يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അളവറ്റ ദയാവരനും കരുണക്കടലുമായ റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇബാദത്തുകളെല്ലാം സമ്മേളിക്കുന്ന പവിത്രമായ ഒരു മാസത്തിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആയുസ്സ് നൽകിയത്. മറ്റുള്ള മാസങ്ങളിലില്ലാത്ത ഇബാദത്തുകൾ, ഹജ്ജ്, ഖുർആൻ പാരായണം, നോമ്പ്, സ്വദഖ, അങ്ങനെയുള്ള എല്ലാ ഇബാദത്തുകളും സമ്മേളിക്കുന്ന ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം. അതുകൊണ്ട് തന്നെ ഇനിയും 6 ദിവസം ബാക്കിയുണ്ട്. ദുൽഹിജ്ജ ആദ്യ 10 സവിശേഷത അർഹിക്കുന്ന ദിവസങ്ങളാണ് എന്ന് നാം കഴിഞ്ഞ ഖുതുബയിൽ മനസ്സിലാക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പരമാവധി റബ്ബിലേക്ക് അടുക്കുന്ന പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തക്ബീറും തഹ്ലീലും തക്ബീറുമായി നമ്മുടെ നാവുകളെ നനയിപ്പിച്ചുകൊണ്ട് അധരങ്ങളിൽ കൂടി റബ്ബിനെ വാഴ്ത്തുന്ന അദ്കാറുകളിൽ മുഴുകണമെന്നുള്ള വസീയത്ത് സാന്ദർഭികമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പുതിയ ഗവൺമെൻറ് കഴിഞ്ഞയാഴ്ച പ്രതിജ്ഞയെടുത്തത് നാം നേരിട്ടുമല്ലാതെയും കണ്ടതാണ്. ആ പുതിയ ഗവൺമെൻറ് ഒന്നാമതായി നടപ്പിൽ വരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമാണ് വയോജന സംരക്ഷകരുടെ രൂപീകരണം എന്ന് പറയുന്നത്. അത് ജപ്പാൻ മാതൃകയിലായിരിക്കും വയോജനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോകുമെന്നുള്ള തീരുമാനം കേരളീയ മനസ്സാക്ഷിയെ ഒരുപാട് സന്തോഷം അർഹിച്ച ഒരു കാര്യമാണ് എന്ന് വാർത്താമാധ്യമങ്ങളിൽ കൂടി നാം കണ്ടതാണ്. വൃദ്ധസദനങ്ങൾ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ അവഗണിക്കപ്പെടുന്ന, ജീവിതത്തിൽ മാതാപിതാക്കൾ ഭാരമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാരുണ്യം നഷ്ടപ്പെട്ട ചില മക്കൾ ക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മുടെ സാക്ഷരത കേരളത്തിൽ പോലും ഒരു പുതുമയുള്ള കാര്യമല്ലാതെ മാറിയിരിക്കുകയാണ്. കാരുണ്യം നഷ്ടപ്പെട്ട ഒരു തലമുറയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കനിവിൻ്റെ നീരുറവ നഷ്ടപ്പെട്ട ചില യുക്തിവാദികൾ, മൈത്രേയന്മാരെ പോലെ, ആരിഫ് ഹുസൈൻമാരെ പോലെ മാതാപിതാക്കളെക്കുറിച്ച് അവരുടെ സങ്കല്പമെന്ന് പറയുന്നത് എന്തിനാണ് മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടത്? അവരുടെ സുഖം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ ഭർത്താവുമായി ബന്ധപ്പെടുകയും അതിൽ മക്കളുണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ നാം എന്തിനു ബഹുമാനിക്കണം? അതുകൊണ്ടാണ് മുസ്ലിം നാമധാരിയായ ആ മനുഷ്യൻ ജനങ്ങളോട് സോഷ്യൽ മീഡിയകളിൽ കൂടി പറഞ്ഞത്, എൻ്റെ ഉമ്മയുടെ നഗ്ന ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എന്നെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് പൊതുസമൂഹത്തിൽ ഞാൻ പ്രദർശിപ്പിക്കുമെന്നുള്ള കാരുണ്യത്തിൻ്റെ നീരുറവ നഷ്ടപ്പെട്ട, മതത്തിൻ്റെ അതിർവരമ്പിൽ നിന്നും തെറിച്ചുപോയ ആ മനുഷ്യൻ പറഞ്ഞത് നാം മാസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. ഇവിടെയാണ് വിശ്വാസികളെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് മാതാപിതാക്കളോടുള്ള ആ ഒരു ബന്ധം നാം പലവരും കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. മതത്തിൻ്റെ വൃത്തത്തിൽ നിന്നും പുറത്തുപോയവർക്ക് ആ മാതാപിതാക്കളോടുള്ള കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മതം ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. അവൻ്റെ സംസാരത്തിൽ, കൊടുക്കൽ വാങ്ങലിൽ, ജീവിതത്തിൻ്റെ
എല്ലാ മേഖലകളിലും മതത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം ഒരു വിശ്വാസിയുടെ ജീവിതം അടയാളപ്പെടുത്തേണ്ടത്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു സ്ലാങ് പ്രയോഗം തന്ത വൈബ്. വൃദ്ധരായ മാതാപിതാക്കളാകുമ്പോൾ അവരെ തന്ത വൈബെന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്നിൻ്റെ ലോകത്ത് ആരാണ് മാതാപിതാക്കൾ? അവർക്ക് ഇസ്ലാം നൽകുന്ന അടയാളപ്പെടുത്തലുകൾ എന്താണ്? എത്രത്തോളമാണ് വിശുദ്ധ ഖുർആനും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനാമൃതങ്ങളും ആ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഇടപെടലുകളെ കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്? വിശുദ്ധ ഖുർആനിൽ 5 ആയത്തുകളിൽ കൂടി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്നതോടൊപ്പം തന്നെ നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി കരുണ ചെയ്യണമെന്ന് പഠിപ്പിച്ച ഒരു ഖുർആന്റെ അനുയായികളാണ് നാം. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 83, സൂറത്തുൽ നിസായുടെ 36, സൂറത്തു അൻആമിലെ 153, സൂറത്തു ഇസ്രായിലെ 23, സൂറത്തു ലുഖ്മാനിലെ 14, അങ്ങനെ വ്യത്യസ്തമായ അധ്യായങ്ങളിലെ വ്യത്യസ്തമായ ആയത്തുകളിൽ കൂടി റഹ്മാനായ റബ്ബ് അടിയാറുകളെ വിളിച്ചുകൊണ്ട് പറയുന്നത് ലാ തഅബ്ദൂന ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് ഒന്നിനെയും. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. വഅബ്ദുല്ലാഹ് വലാ തുശ്രിക ബിഹി ഷൈആ, നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാവൂ, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. നിങ്ങൾ മാതാപിതാക്കൾക്ക് കരുണയുള്ളവരാവുക. എന്താണ് നിഷിദ്ധമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് റഹ്മാനായ റബ്ബ് അടിയാറുകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ഷൈഅൻ വബിൽ വാലിദൈഹി ഇഹ്സാനാ, നിഷിദ്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നാം പറഞ്ഞു തരാം, വരുവീൻ നിങ്ങൾക്ക് എണ്ണി പറഞ്ഞു തരാം എന്നും പറഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബ് പറയുകയാണ് സൂറത്തു അൻആമിലെ 151-ാമത്തെ ആയത്തിൽ കൂടി, നിങ്ങൾ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യണം, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. മൂന്നാമതായി റബ്ബ് പഠിപ്പിക്കുകയാണ് നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്യുന്നവരായി മാറണം. അള്ളാഹുവിൻ്റെ അടയാളപ്പെടുത്തലാണ്. അള്ളാഹുവിന്റെ വിധി പ്രസ്താവിക്കുകയാണ് സൂറത്ത് ഇസ്രായിലെ 23-ാമത്തെ ആയത്തിൽ കൂടി. വഖളാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ, അള്ളാഹുവിന്റെ വിധിയാണ്, അവന്റെ പ്രസ്താവ്യമാണ്. നിങ്ങളുടെ റബ്ബ് വിധിച്ചിരിക്കുകയാണ്, അല്ലാഹുവല്ലാത്ത ഒന്നിനെയും നിങ്ങൾ ആരാധിക്കുക ചെയ്യരുത്. വബിൽ വാലിദൈനി ഇഹ്സാനാ, അതോടൊപ്പം നിങ്ങൾ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യുന്നവരാകണം, അവർക്ക് നന്മ ചെയ്യുന്നവരാകണം. അള്ളാഹുവിന്റെ അനുശാസനം സൂറത്തുൽ ലുഖ്മാനിലെ 14-ാമത്തെ ആയത്തിൽ കാണാം. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫി ആമൈനി അൻഷ്കുർ ലി വലിവാലിദൈക ഇലയ്യൽ മസീർ. റഹ്മാനായ റബ്ബ്, നിന്റെ ഉമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നിന്നെ പ്രസവിച്ചുവെന്ന് നിനക്കറിയുമോ? അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അനുശാസനം ഈ ആയത്തിൽ കൂടി പഠിപ്പിക്കുകയാണ്. വിഷമങ്ങളുടെ മേൽ വിഷമവുമായിട്ടാണ് ഗർഭം ചുമന്നത് നിങ്ങൾ. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യണം, അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം. 2 വർഷമാണ് നിങ്ങൾക്ക് മുലപ്പാൽ തന്ന് നിങ്ങളെ അവർ താരാട്ടുപാട്ടി ഉറക്കിയത്. വേദനകളെല്ലാം സഹിച്ചു, സ്വന്തം വേദനകളെ അവഗണിച്ചുകൊണ്ട് നിങ്ങളെ അവർ കുഞ്ഞായി വളർത്തിയത് കൊണ്ട് തന്നെ നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. കാരണം പടച്ചവനിലേക്കാണ് നിങ്ങളുടെ മടക്കമെന്ന് റഹ്മാനായ റബ്ബ് 5 ആയത്തുകളിൽ കൂടി അള്ളാഹുവിനോടൊപ്പം അവനെ ഇബാദത്ത് ചെയ്യണമെന്ന് കൽപ്പിക്കുന്നതോടൊപ്പം മാതാപിതാക്കളെ ചേർത്ത് പറയുന്നുവെങ്കിൽ, വിശ്വാസികളെ, മക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുന്ന, അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് മക്കളോട് ഉപദേശിക്കുന്ന ആയത്തുകളാണ് സഹോദരങ്ങളെ. സൂചിപ്പിച്ചുവല്ലോ, ജപ്പാൻ മാതൃകയിലുള്ള ഒരു വയോജന രീതിയാണ് കേരള ഗവൺമെന്റ് അംഗീകരിച്ചുകൊണ്ട് നടപ്പിൽ വരുത്തുവാൻ പോകുന്നത്. എന്നാണ് ജപ്പാൻ രാജ്യമെന്ന് പറയുന്ന ആ കൊച്ചു രാജ്യം ഈ മാതാപിതാക്കൾക്ക് വേണ്ടി, വയോജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ വേണ്ടി രൂപകൽപ്പന നിയമമായിട്ട് കൽപ്പിച്ചത് 1920-ലാണ്. അത് നടപ്പിലാക്കിയതാകട്ടെ 2000-ലാണ്. എന്നാൽ
പരിശുദ്ധ ദീനുൽ ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും വലിയ വയോജന രൂപരേഖ സൃഷ്ടിച്ചുകൊണ്ട് ജീവിതത്തിൽ അടയാളപ്പെടുത്തുകയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത കാര്യം കൃത്യമായി വിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ പ്രവാചകരുടെ വചനാമൃതങ്ങളിൽ കൂടിയും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നോക്കൂ സഹോദരങ്ങളെ, ആ മാതാപിതാക്കളോടുള്ള കാരുണ്യം, ആ മാതാപിതാക്കളോട് കാണിക്കേണ്ട നമ്മുടെ അടയാളപ്പെടുത്തലുകൾ എങ്ങനെയായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. നമുക്കറിയുമല്ലോ, ഇസ്ലാം ഏറ്റവും വെറുക്കപ്പെട്ട മഹാപാപമാണ് ശിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹു ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപമാണെന്ന് സൂറത്തു നിസായിലെ 116-ാമത്തെ ആയത്തിൽ വമ്പിച്ച അക്രമവും മഹത്തായ അനീതിയുമാണെന്ന് സൂറത്തുൽ ലുഖ്മാനിലെ 13-ാമത്തെ വചനം. സ്വർഗം നിഷിദ്ധമായി പോകുന്ന അക്രമം, തീർച്ചയായിട്ടും നരകം അവരുടെ വാസസ്ഥലമാണ് എന്ന് സൂറത്തുൽ മാഇദയുടെ 72-ാമത്തെ ആയത്തിൽ. അമ്പിയാക്കന്മാര് പോലും ആ ശിർക്ക് ചെയ്താൽ അവരുടെ കർമ്മങ്ങളെയെല്ലാം പാഴാക്കി കളയുകയും നഷ്ടക്കാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്തിലും സൂറത്തു അൻആമിൽ കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൃത്യമായി പഠിപ്പിക്കുന്ന ശിർക്ക് എന്ന് പറയുന്ന മഹാപാതകത്തെ സംബന്ധിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ആ ശിർക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ ചെയ്താൽ പോലും, അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഖുതുബ സഹോദരങ്ങളെ. പാപങ്ങൾ ചെയ്തുകൊണ്ട് നരകത്തിൽ പോകുന്നതായി, നന്മ ചെയ്തുകൊണ്ട് ആ നന്മകളെ പാഴാക്കി കളഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് പോകുന്ന ഏറ്റവും അതിക്രമകാരമായ ആ ശിർക്ക്, ആ ശിർക്ക് പോലും നിന്റെ മാതാപിതാക്കൾ ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ പോലും ആ മാതാപിതാക്കൾ നിന്നോട് എന്തെങ്കിലും നന്മ പറഞ്ഞാൽ അതിനെ നീ അനുസരിക്കുകയും എന്നുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിലെ 15-ാമത്തെ ആയത്ത്, ഫലാ തുതിഉഹുമാ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. അറിവില്ലാത്ത ഒരു കാര്യത്തെ നിന്റെ ഉമ്മ, അവരിൽ ആരെങ്കിലും ഒരാൾ നിന്നെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ നീ അനുസരിക്കണ്ട. ഫലാ തുതിഉഹുമാ, അവരിൽ ഒരാളെയും നീ അനുസരിക്കണ്ട. ശിർക്ക് ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയാണ്, ബിദ്അത്ത് ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്ന കാര്യത്തിൽ നിന്റെ മാതാപിതാക്കൾ നിർബന്ധിച്ചാൽ പോലും ഫലാ തുതിഉഹുമാ, അവരെ നീ അനുസരിക്കണ്ട എന്ന് പറയുന്നതോടൊപ്പം റഹ്മാനായ റബ്ബ് പറയുകയാണ് വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, അവർ രണ്ടുപേർക്കും ദുനിയാവിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നീ ചെയ്തു കൊടുക്കണം, എങ്കിൽ മാത്രമേ പരിപൂർണമായ വിശ്വാസിയാവുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു കഴിഞ്ഞാൽ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുപ്പമുള്ളത്, വിശ്വാസികൾക്ക് ഏറ്റവും കടമയായി നാം നിർബന്ധമായും സ്വീകരിക്കേണ്ട അനുധാവനം, അനുസരണ എന്ന് പറയുന്നത് മാതാപിതാക്കളോടാണ്. അള്ളാഹു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കടപ്പാടുള്ളത്, ഏറ്റവും അനുസരിക്കപ്പെടേണ്ടത് മാതാപിതാക്കളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ ഹദീസുകളിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സ്വഹീഹുൽ ബുഖാരി, മുസ്ലിം അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നോക്കൂ സഹോദരങ്ങളെ. ഒരു സ്വഹാബി വന്നുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങയോടൊപ്പം ജിഹാദ് ചെയ്യുവാൻ എനിക്ക് അതിയായ താല്പര്യമുണ്ട്, അങ്ങയോടൊപ്പം പലായനം ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് റസൂലേ, എൻ്റെ ആഗ്രഹം സാധ്യമാകുമോ എന്ന് പ്രവാചകരോട് സ്വഹാബി ചോദിക്കുമ്പോൾ അള്ളാന്റെ റസൂലിന്റെ മറുപടി, ഫഹൽ മിൻ വാലിദൈക അഹദുൻ, നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ? അഹദുൻ ഹയ്യുൻ, ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ? അതേ റസൂലേ, ജീവിച്ചിരിപ്പുണ്ട്. ബൽ കിലാഹുമാ, പ്രവാചകരുടെ മറുപടി, ഫതബ്തഗിൽ അജ്റ മിനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടാണല്ലോ നീ എന്നോട് വന്ന അനുവാദം ചോദിക്കുന്നത്. അതേ റസൂലേ, പ്രവാചകരുടെ മറുപടി, നിനക്ക് അള്ളാഹുവിന്റെ പ്രീതി വേണമെങ്കിൽ
അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നുവെങ്കിൽ തിരിച്ചു ചെല്ലുക. ജീവിച്ചിരിക്കുന്ന നിന്റെ മാതാപിതാക്കളിലേക്ക് ചെന്നുകൊണ്ട് അവർക്ക് നീ ജിഹാദ് ചെയ്യുക, അവർക്ക് നീ സുഹബത്ത് ചെയ്യുക, അവർക്ക് നീ സേവനം ചെയ്യുക. അതാണ് ജിഹാദിനേക്കാൾ, പലായനം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും പുണ്യകരമായ കാര്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നത് നമുക്കറിയാത്തത് കൊണ്ടല്ല സഹോദരങ്ങളെ. അവിടെയാണ് വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഇന്നിന്റെ കാലഘട്ടത്തിൽ ഗവൺമെന്റ് നിയമമായി കൊണ്ടുവരുവാൻ പോകുന്ന വയോജന നിയമത്തെക്കുറിച്ചുള്ള പ്രസക്തി വർദ്ധിക്കുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ആരോടും പറയാതെ മിമ്പറിൽ കയറിക്കൊണ്ട് 3 പ്രാവശ്യം ആമീൻ പറഞ്ഞു. തിരിച്ചു സ്വഹാബാക്കളിലേക്ക് പോയി. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് താങ്കൾ പ്രവർത്തിച്ചത്? ആരും ദുആ ചെയ്തതായി കേട്ടില്ലല്ലോ, അങ്ങയുടെ ആമീൻ കേട്ടു എന്ന് പറയുമ്പോൾ അള്ളാന്റെ റസൂല് പറയുകയാണ്, മലക്കുകളിൽ പ്രധാനിയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ ക്ഷണിച്ചതാണ്, മിമ്പറിൽ കയറുവാൻ ആജ്ഞാപിച്ചതാണ്, ആമീൻ ചൊല്ലുവാൻ എന്നോട് പറഞ്ഞതാണ്. രണ്ടാമത്തെ ആ 3 പ്രാർത്ഥനകളിൽ രണ്ടാമത്തത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് സഹോദരങ്ങളെ. റഗിമ അൻഫു അബ്ദിൻ ഔ ബഅദ അദ്റക വാലിദൈഹി ഔ അഹദഹുമാ ലം യുദ്ഖിലുൽ ജന്ന. നിന്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കെ അവർ വഴി നീ സ്വർഗം നേടിയെടുക്കുവാൻ സാധ്യമല്ല എങ്കിൽ നിർഭാഗ്യവാനായി നീ മാറട്ടെ. ജിബ്രീൽ പ്രാർത്ഥിച്ചു സ്വഹാബാക്കളെ, ആമീൻ ചൊല്ലി എന്ന് പറയുമ്പോൾ വിശ്വാസികളെ, മലക്കുകളുടെ നേതാവ് ജിബ്രീൽ, അമ്പിയാക്കന്മാരിൽ ശ്രേഷ്ഠവാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല തട്ടിക്കളയൂല്ല സഹോദരങ്ങളെ. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കുകയാണ്, നമുക്ക് അവർക്കുള്ള പ്രാർത്ഥന, നമുക്കുള്ള പ്രാർത്ഥന അതുവഴി സ്വർഗം നേടിയെടുക്കുവാൻ നമുക്ക് സന്നദ്ധരല്ല എങ്കിൽ വിശ്വാസികളെ, എത്ര അമലുകൾ ചെയ്തിട്ടും കാര്യമില്ല സഹോദരങ്ങളെ, നിർഭാഗ്യവാനായി മാറുമെന്ന് ജിബ്രീലിന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയത് അഷ്റഫുൽ ഖൽഖാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ മധ്യമ കവാടം ഏതെന്നറിയുമോ സ്വഹാബാക്കളെ? വിവരിച്ചു കൊടുക്കുകയാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നൻ തുർമുദിയിൽ 1900 നമ്പറാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ മധ്യമ കവാടമാണ് നിങ്ങളുടെ മാതാപിതാക്കൾ. ഫഇൻ ശിഅത ഫഅമഇ ദാലികൽ ബാബി അദ്ഹിഫുഹു. വേണമെങ്കിൽ ആ സ്വർഗ്ഗം നേടിയെടുക്കാം, വേണ്ടെങ്കിൽ അതിനെ തട്ടി തകർത്ത് കളയാം എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ സ്വർഗം മാതാപിതാക്കളാണ്, നമ്മുടെ നരകം മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരിക്കലും അള്ളാഹു റദ്ദ് ചെയ്യാത്ത 3 പ്രാർത്ഥനകളെ കുറിച്ച് പ്രവാചകർ പറയുകയാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ വന്ന, ഒരുപാട് സുനനുകളിൽ ഇടം പിടിച്ച ഒരു ഹദീസാണ് സഹോദരങ്ങളെ. സലാസു ദഅവാത്തുൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിൻ. 3 പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളിൽ ഒന്നുപോലും അല്ലാഹു വെറുതെ കളയുകയില്ല, അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. അതിൽ പ്രസക്തമായത്, വിഷയവുമായി ബന്ധപ്പെട്ടത് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വദഅവത്തുൽ വാലിദി അലാ വലദിഹി. മാതാപിതാക്കൾ മക്കൾക്കെതിരെ എങ്ങാനും പ്രാർത്ഥിച്ചാൽ, വിശ്വാസികളെ, നമസ്കാരവും നോമ്പും സുഹൃതങ്ങളും ചെയ്യുന്നവരായിരിക്കാം, നമ്മുടെ പ്രാർത്ഥന, മാതാപിതാക്കളുടെ പ്രാർത്ഥന നമുക്കെതിരായിട്ട് വരികയാണെങ്കിൽ സ്വർഗം നഷ്ടപ്പെട്ടു സഹോദരങ്ങളെ. നരകമായിരിക്കും വാസസ്ഥലം. എത്ര തന്നെ സുഹൃതങ്ങൾ ചെയ്താലും ഒരു രക്ഷയുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് മാതാപിതാക്കളോടും അള്ളാന്റെ റസൂൽ പറഞ്ഞു, എത്ര തന്നെ വിഷമങ്ങൾ വന്നാലും, മക്കൾക്കെതിരെ നിങ്ങൾക്ക് എന്ത് തന്നെ കോപങ്ങൾ വന്നാലും അവർക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കല്ല എന്ന് മാതാപിതാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ നമുക്കറിയുമല്ലോ, ചരിത്രത്തിൽ എമ്പാടും ഇടം പിടിച്ച ഒരുപാട് സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം.
വിശദീകരിക്കേണ്ട സമയമല്ല സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ച ജുറൈജ് റളിയല്ലാഹു അൻഹു സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമ്മ വന്ന് വിളിക്കുകയാണ്, യാ ജുറൈജ്. ആ മകന്റെ തോന്നൽ, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കണമോ? ഞാൻ റബ്ബിനോടുള്ള മുലാഖാത്തിലാണ്, മിഅ്റാജിലാണ്. എൻ്റെ ഉമ്മയും വിളിക്കുന്നു. ആർക്ക് ഉത്തരം നൽകണം? ഉമ്മക്ക് ഉത്തരം നൽകാതെ അള്ളാഹുവിനോടുള്ള മുലാഖാത്തിൽ ഇടപെട്ട ആ മകനെതിരെ ആ ഉമ്മ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സ്വീകരിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, മാതാപിതാക്കൾ നമ്മുടെ കൺകുളിർമയാണ്. അവരാണ് നമ്മുടെ സ്വർഗവും അവരാണ് നമ്മുടെ നരകവും. തന്തവൈബന്ധം. മാതാപിതാക്കൾ വൃദ്ധരായി കഴിഞ്ഞാൽ വൃദ്ധസദനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മുസ്ലിംകളും കുറവൊന്നുമല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മക്കളെ, വളർന്നു വരുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ കൺകുളിർമയാകണം. അവരുടെ പ്രാർത്ഥന ഒന്നു മതി സഹോദരങ്ങളെ. നിങ്ങളുടെ ജീവിതത്തിൽ വമ്പിച്ച സൗഭാഗ്യം ലഭിക്കുവാൻ അവരുമായിട്ടുള്ള ഒരു കൂടിയാലോചന. നിങ്ങൾ ഉന്നതരായി നല്ല വിദ്യാഭ്യാസമൊക്കെ നേടിയെടുത്തു. നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ തോന്നിയേക്കാം, എന്തിനാണ് ഞാൻ മാതാപിതാക്കളോട് ഷൂറ നടത്തുന്നത്? എന്തിനാണ് മാതാപിതാക്കളോട് ഞാൻ കൂടി ആലോചിക്കുന്നത്? എനിക്ക് അവരെക്കാളും വിദ്യാഭ്യാസമുണ്ട്, ചിന്തിക്കുവാനുള്ള കഴിവുണ്ട്, എല്ലാം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് മാതാപിതാക്കളെ പരിഗണിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവരറിയാതെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ റബ്ബിനെ തന്നെ സത്യം, അതിൽ ബറക്കത്തുണ്ടാവുകയില്ല, അതിൽ സൗഭാഗ്യമുണ്ടാവുകയില്ല. പരാജയത്തിന്റെ കയ്പ് നീർ കുടിക്കേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ പല മാതാപിതാക്കളും, പ്രത്യേകിച്ച് പിതാക്കന്മാർ, മക്കളോട് ഉപദേശം നടത്താറുണ്ട്. നന്മയുടെ കാര്യത്തിൽ, തൗഹീദിന്റെ കാര്യത്തിൽ മസ്ജിദുകളിൽ പോകണമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. അതിന്റെ പേരിൽ എത്ര മക്കളാണ് ആ പിതാവുമായിട്ട് സംസാരിക്കാത്തത്? ഇന്നും നമുക്ക് സ്വന്തം അനുഭവങ്ങളിലുണ്ട്. ചില പിതാക്കൾ സങ്കടത്തോടുകൂടി പറയാനുണ്ട്, എൻ്റെ മോനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നമസ്കാരം കൃത്യമായി നിർവഹിക്കണം, ജമാഅത്തിൽ പങ്കെടുക്കണം, അതുകൊണ്ട് മാത്രം എന്നോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ പിതാക്കന്മാരെ നമുക്കറിയാം. മക്കളെ, അങ്ങനെയുള്ളവരായി നാം മാറരുത്. എത്ര തന്നെ ഉന്നതങ്ങളിൽ ചെന്നാലും നമ്മുടെ ഉപ്പയുടെ, നമ്മുടെ ഉമ്മയുടെ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ ഉന്നതമായ സൗഭാഗ്യത്തിന് കാരണമെന്ന് നാം തിരിച്ചറിയണം സഹോദരങ്ങളെ. അതാണ് നാം ആമുഖത്തിൽ സൂചിപ്പിച്ചത്. ഇനി ശിർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർക്ക് നീ എല്ലാ ഹിദ്മത്തുകളും ചെയ്തു കൊടുക്കണം. അവരുടെ ജീവിതത്തിന്റെ സൗഖ്യങ്ങൾ, അവരുടെ ജീവിതത്തിലെ ഭാഗ്യങ്ങൾ എല്ലാം അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് ഇസ്ലാമിന്റെ കൽപ്പനയാണ് സഹോദരങ്ങളെ. അസ്മാ റളിയല്ലാഹു അൻഹാ നബിയുടെ ഭാര്യമാരിൽപ്പെട്ടയാളാ. പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് അസ്മാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, യാ റസൂലല്ലാഹ്, എൻ്റെ ഉമ്മ എൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. അവർ മുശ്രിക്കത്താണ് യാ റസൂലേ, ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല, അവർ ശിർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ എൻ്റെ അടുക്കൽ വന്നത് എന്നിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ്, എന്തെങ്കിലുമൊക്കെ കൊടുക്കും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ്. എന്താണ് റസൂലേ ചെയ്യേണ്ടത്? ഞാൻ ഉമ്മയെ പരിഗണിക്കണോ അതോ പരിഗണിക്കണ്ടയോ എന്ന് ചോദിക്കുമ്പോഴേക്കും അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് വിശുദ്ധ ഖുർആനിലെ 60-ാം അധ്യായം സൂറത്തുൽ മുംതഹിന 8-ാമത്തെ വചനം ഇറങ്ങുകയാണ്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും. വിശുദ്ധ ഖുർആനിലെ ആയത്താണ് സഹോദരങ്ങളെ. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. കൊടുക്കണം അസുമാ, നിന്റെ ദീനിൽ നിന്നും പുറത്താക്കുന്നില്ല, നിന്റെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ട നന്മകളൊക്കെ ചെയ്തു കൊടുക്കുക. അല്ലാഹ് അത്തരക്കാരെ ഇഷ്ടപ്പെടുമെന്നുള്ള ആയത്താണ് സഹോദരങ്ങളെ അള്ളാഹിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വാത്സല്യമുള്ള ഒരു പിതാവിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരികയാണ്. മഹാനായ യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അറിയുമല്ലോ ചരിത്രം സഹോദരങ്ങളെ, സുദീർഘമാണ് ആ ചരിതം. മഹാനായ യൂസുഫ് നബി പൊന്നാര മകനാണ്. കാണാത്തതിന്റെ പേരിൽ വ്യസനിച്ചുകൊണ്ട് കണ്ണിന്റെ കാഴ്ചകളൊക്കെ നഷ്ടപ്പെട്ടു പോയ യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം സൂറത്ത് യൂസുഫിലെ 84
4 മുതലുള്ള ആയത്തുകളിൽ കാണാം, ദുഃഖിച്ചിരിക്കുന്ന യാക്കൂബ് നബിയോട്, വ്യസനിച്ചിരിക്കുന്ന നബിയോട് മക്കൾ പറയുന്ന ആ ഒരു രംഗം, വഖാൽ യാ സഫാ അലാ യൂസുഫ വബിയല്ലതു ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ കളീം. യൂസുഫിന്റെ കാര്യം എത്ര സങ്കടകരമാണ്. ദുഃഖം കാരണത്താൽ ഇരു കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുഃഖം ഉള്ളിലൊതുക്കി കഴിയുകയാണ്. ഒരു മകന്റെ, വാത്സല്യമുള്ള ഒരു പിതാവിന്റെ അടയാളപ്പെടുത്തലുകളാണ് വിശ്വാസികളെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മറ്റു മക്കൾ പറയുകയാണ് യാക്കൂബ് നബിയോട്, വാപ്പാ അവശനാകുന്നത് വരെ, അല്ലെങ്കിൽ താങ്കൾ മരിക്കുന്നത് വരെ യൂസുഫിനെ ഓർത്തുകൊണ്ടേയിരിക്കും. അത്രക്കും നിങ്ങൾക്ക് യൂസുഫിനെ പ്രിയമാണ് എന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുന്ന മക്കളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ വാത്സല്യനിധിയായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുഃഖങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോയ മകൻ യൂസുഫിനെ ഓർത്തുകൊണ്ട് കണ്ണിന്റെ കാഴ്ചകൾ പോലും നഷ്ടപ്പെട്ടുവെങ്കിൽ വിശ്വാസികളെ എത്രമാത്രം വാത്സല്യമുള്ള ഒരു പിതാവിനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്നേഹനിധിയായ ഒരു പിതാവാണ്. ശിർക്കിൽ പോകല്ല മോനെ, വെള്ളത്തിൽ മുങ്ങിച്ചാകും മോനെ, ഈ കപ്പലിൽ കയറി നീ രക്ഷപ്പെടണം മോനെ എന്ന് പറയുന്ന വാത്സല്യനിധിയായ ആ പിതാവിന്റെ ചരിത്രം സൂറത്തുൽ ഹൂദിലെ 42-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. പൊന്നുമോനെ, നീ ഈ കപ്പലിൽ കയറിക്കൊള്ളുക, നീ അവിശ്വാസികളുടെ കൂട്ടത്തിൽ പെടല്ല മോനെ എന്നും പറഞ്ഞുകൊണ്ട് വാത്സല്യനിധിയായ പിതാവ് മകനെ വിളിക്കുന്ന ആ രംഗം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ മഹാപ്രളയമാകുന്ന വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടപ്പോൾ ആ പിതാവിന്റെ മനസ്സ് നീറുകയാണ്. റബ്ബിനോട് പറയുകയാണ്, റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി. എന്റെ റബ്ബേ, എന്റെ കുടുംബക്കാരനാണ് അവൻ, എന്റെ മകനാണ് റബ്ബേ എന്ന് പറയുമ്പോൾ റഹ്മാനായ റബ്ബ് ഇടപെടുകയാണ്. യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്. അവൻ നിന്നിൽപ്പെട്ടവനല്ല, ആദർശത്തിൽ നിന്നിൽപ്പെട്ടവനല്ല, അവൻ നിന്നിൽപ്പെട്ടവനല്ല എന്ന് പറയുന്ന ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. അവൻ ശരിയല്ലാത്ത പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന അമലു ഗൈറു സാലിഹിൻ ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ. അറിയാത്ത കാര്യങ്ങൾ നൂഹേ എന്നോട് നീ ചോദിച്ചു പോകരുത്. ഇന്നി അഅലുക അൻ തകൂന മിനൽ ജാഹിലീൻ. നീ വിവരം കെട്ടവരുടെ കൂട്ടത്തിൽ പെടരുത് എന്ന് നിനക്കോ ഞാൻ ഉപദേശം നൽകുകയാണ് നൂഹേ എന്ന് പറയുന്ന റഹ്മാനായ റബ്ബ് വാത്സല്യനിധിയായ ഒരു പിതാവിന്റെ മനസ്സകം വിളിച്ചറിയിക്കുന്ന ആയത്തുകളാണ് സഹോദരങ്ങളെ. എത്ര തന്നെ ക്രൂരമായ, നാം പറഞ്ഞുവല്ലോ, ഏറ്റവും വലിയ തിന്മയായ ശിർക്ക് ചെയ്തിരുന്ന, വിഗ്രഹം പണിത് ജീവിച്ചിരുന്ന പിതാവായ ആസറിനെ വിളിക്കുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങളാണ് നാം കഴിഞ്ഞ ഖുതുബകളിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ശിർക്ക് ചെയ്യുകയാണ്, വിഗ്രഹം അത് ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും വാത്സല്യത്തോടുകൂടി ആ വാപ്പയെ വിളിക്കുന്ന മകനെയാണ് സൂറത്തു മറിയമിലെ 43-ാമത്തെ ആയത്തിൽ. ഇതിലൊക്കെ മാതൃകയുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ ശിർക്ക് ചെയ്തേക്കാം, ബിദ്അത്തുകൾ ചെയ്തേക്കാം, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ. പക്ഷേ അതിൻ്റെ പേരിൽ സ്നേഹം നഷ്ടപ്പെടുത്തേണ്ട സഹോദരങ്ങളെ. സ്നേഹത്തോടുകൂടിയുള്ള ആ ഒരു വിളി ഒരുപക്ഷേ മാറ്റിമറിച്ചേക്കാം. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പിതാവിനെ സ്നേഹത്തോടുകൂടി വിളിക്കുകയാണ്. യാ അബത്തി, പൊന്നു വാപ്പാ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എന്തിനാ വാപ്പാ ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്തതിനെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? യാ അബത്തി, പൊന്നു വാപ്പാ, ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഉനി അഹദിക സിറാത്തൻ സവിയ്യാ. അല്ലാഹു നിങ്ങൾക്ക് നൽകാത്ത ഒരു അറിവ് എനിക്ക് നൽകിയിട്ടുണ്ട് വാപ്പാ. യാ അബത്തി, പൊന്നു വാപ്പാ, ലാ തഅബുദ് ശൈത്വാൻ ഇന്ന ശൈത്വാന കാന റഹ്മാനി അസിയ്യാ. പരമകാരുണ്യവാനായ റബ്ബിനോട് അനുസരണക്കേട് കാണിക്കുന്ന ശൈത്വാനെ താങ്കൾ ആരാധിക്കരുത് വാപ്പാ. യാ അബത്തി. വീണ്ടും നോക്കൂ സഹോദരങ്ങളെ, വാത്സല്യപൂർവ്വം പിതാവിനെ വിളിക്കുകയാണ്.
പൊന്നുവാപ്പാ ഇന്നി അഖാഫു. ഇതായിരിക്കണം വിശ്വാസികളെ നമ്മുടെയും മാതൃക. ഒരാൾ ശിർക്ക് ചെയ്യുന്നത് കണ്ടാൽ, ഒരാൾ ബിദ്അത്ത് ചെയ്യുന്നത് കണ്ടാൽ, നരകത്തിലേക്ക് കൂപ്പുകുത്തുന്ന തിന്മകൾ ചെയ്യുന്നത് കണ്ടാൽ നമുക്കും പറയുവാൻ സാധിക്കണം, ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ. റഹ്മാനായ റബ്ബിൽ നിന്നുള്ള ശിക്ഷയെ അത് ഞാൻ ഭയപ്പെടുകയാണ് വാപ്പാ, കാക്കാ, മൂത്തമ്മ, കൊച്ചുമ്മ, വല്യമ്മ, അല്ലാഹുവിന്റെ അദാബിനെ തൊട്ട് ഞാൻ ഭയപ്പെടുകയാണ്. ശിർക്ക് ചെയ്യല്ല, തിന്മ ചെയ്യല്ല എന്ന് പറയേണ്ടവനാണ് ഒരു വിശ്വാസി എന്ന് ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം കേട്ടിട്ടും തൗഹീദ് പറഞ്ഞ ആ മകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് കാരുണ്യം നഷ്ടപ്പെട്ട ആ പിതാവ് ആസർ പറയുകയാണ്, യാ ഇബ്രാഹിം ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹജുർനി മലിയാ. ഈ തൗഹീദിൽ നിന്നും നീ വിരമിക്കുന്നില്ല എങ്കിൽ നിന്നെ കല്ലെറിഞ്ഞ് ഓട്ടിക്കും മോനെ. ഇവിടെ നിന്ന് കുറച്ചു കാലത്തേക്കെങ്കിലും എന്നിൽ നിന്നും നീ വിട്ടുപോകണം. വാത്സല്യത്തോടുകൂടി ആ മകൻ പറയുകയാണ്, അവിടെയും സലാമുൻ അലൈക്, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ, നിങ്ങൾക്ക് സമാധാനം. എന്നോട് ദയയുള്ള എൻ്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യാം എന്ന് റഹ്മാനായ റബ്ബിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന കാര്യമാണ് വിശ്വാസികളെ അള്ളാഹുവിൻ്റെ കലാമിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ, ആ ഖലീലുർ റഹ്മാൻ വാപ്പയെ വിളിച്ചു യാ അബത്തി, പൊന്നു വാപ്പ എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വിതച്ചത് കൊയ്തു എന്ന് നാം പിന്നീടുള്ള ചരിത്രത്തിൽ കാണുകയാണ്. ശിർക്ക് ചെയ്ത ഒരു പിതാവിനെ പോലും വാത്സല്യത്തോടുകൂടി വിളിച്ച മകന്റെ ആ ഒരു അടയാളപ്പെടുത്തലിന്റെ വിതച്ചത് കൊയ്തത് നാം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ കൂടി കാണുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടെന്നുറപ്പായ, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടും എന്ന് ഉറപ്പായ സമയത്ത് പോലും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിനോട് പറയുന്ന ആ ഒരു രംഗം അള്ളാഹുവിൻ്റെ കലാം സൂറത്തു സ്വാഫാത്തിലെ 102-ാമത്തെ ആയത്തിൽ പറയുകയാണ്. ഏത് വാപ്പയാണ് സ്വന്തം പിതാവിനെ വിളിക്കുകയാണ് യാ അബത്തി. ശിർക്ക് ചെയ്ത വാപ്പയെ വിളിച്ച ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാലം കരുതി വെച്ച ആ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്ന് ഉറപ്പായിട്ടും ആ പിതാവിനെ വിളിക്കുന്ന മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ വാക്കുകൾ ഖുർആൻ ഇപ്രകാരം വിശദീകരിക്കുകയാണ്. യാ അബത്തി, പൊന്നുവാപ്പാ, ഇഫ്അൽ മാ തുഅ്മർ, അല്ലാഹ് എന്താണോ കൽപ്പിച്ചത് ചെയ്തുകൊള്ളുക വാപ്പാ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ക്ഷമാലുവായ ആ കൂട്ടത്തിൽ എന്നെ താങ്കൾക്ക് കാണുവാൻ സാധിക്കും എന്ന് പറയുന്ന മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവചരിതങ്ങളാണ് വിശ്വാസികളെ ഈ ദുൽഹിജ്ജ് മാസത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊന്നുമക്കളെ, നിങ്ങളോട് എന്നോടെന്ന പോലെ വസിയ്യത്ത് നൽകുവാനുള്ളത്, പ്രിയപ്പെട്ട വാപ്പമാർ, നിങ്ങളോട് കൽപ്പിക്കുക തെറ്റായ ഒരു കാര്യമായിരിക്കുകയില്ല, സ്വർഗത്തിലേക്ക് വഴി നടത്തുന്ന കാര്യമായിരിക്കാം, തൗഹീദിന്റെ ആ കാര്യങ്ങളായിരിക്കും, ശിർക്കിനെതിരെയുള്ള പോരാട്ടത്തിനായിരിക്കും നിങ്ങളോട് കൽപ്പിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഉണ്ടാകണം. സ്വർഗത്തിൽ കുടുംബത്തോടൊപ്പം ഒത്തുപോകുവാനുള്ള ആ വ്യഗ്രതയും ആഗ്രഹവും കൊണ്ടായിരിക്കും മാതാപിതാക്കൾ മക്കളെ നിങ്ങളോട് ഉപദേശിക്കുന്നത്. സാന്ദർഭികമായി ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിസരത്തുള്ള ഒരു കോളേജിൽ, ഒരു സ്വകാര്യ കോളേജിൽ പേരൻസ് മീറ്റിങ്ങിൽ ഈ ഉള്ളവന് പങ്കെടുക്കുവാൻ സാധിച്ചു. അവിടെ വച്ചുകൊണ്ട് കരളലിയിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അവിടുത്തെ പ്രിൻസിപ്പാൽ പറയുകയാണ്. എന്താണെന്നറിയുമോ, സ്വന്തം പിതാവ് മകന് മദ്യം കൊടുക്കുന്ന ആ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. കേൾവിക്കാരായ ഞങ്ങൾ അന്തം വിട്ടുപോയി. മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ഒരു പിതാവാണ്. സ്വന്തം മകന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മകന് അല്പാൽപമായി മദ്യം കൊടുത്തില്ല എങ്കിൽ വയലന്റ് ആകും, സമനില തെറ്റിപ്പോകും. അതുകൊണ്ട് അഡിക്റ്റായ ഒരു മകനെ
ഡി അഡിക്ഷന്റെ ഭാഗമായിട്ട്, അതിനെ മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സ്വന്തം പിതാവിന്റെ കൈകൾ കൊണ്ട് മകന് മദ്യം വിളമ്പി കൊടുക്കുന്നത്. മക്കളെ, മാതാപിതാക്കളെ, ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്താണ് കാരണം? നമ്മുടെ കലാലയങ്ങൾ, നമ്മുടെ സർവകലാശാലകൾ, നമ്മുടെ കോളേജുകൾ, അതിനു ചുറ്റും കരാളഹസ്തങ്ങളിൽ കൂടി മക്കളെ കൊണ്ടുപോകുവാൻ വെമ്പൽ കൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ കാവൽക്കാരായി മാറി നിൽക്കുന്നവർ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. മക്കളെ, ഇടപെടണം സഹോദരങ്ങളെ. മക്കളെ, അത്തരം ആൾക്കാരുടെ കരാളഹസ്തങ്ങളിൽ പെട്ടുപോകല്ല. താൽക്കാലികമായിട്ടുള്ള ഒരു രസത്തിന് വേണ്ടി പോലും അത്തരം ചങ്കുകളെ നിങ്ങൾ കൂട്ടുകാരായി മാറ്റല്ല. നാളെ പരലോകം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ദുനിയാവിൽ ആരാലും വെറുക്കപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ എവിടെയായിരുന്നാലും, ഏത് കോളേജിലായിരുന്നാലും, ഏത് സർവകലാശാലകളിലായിരുന്നാലും, ജീവിതത്തിന്റെ ഏത് വ്യവഹാര മേഖലയിലായിരുന്നാലും, അള്ളാനെ സൂക്ഷിക്കണം, അള്ളാനെ ഭയപ്പെടണം. എന്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടില്ല എങ്കിലും, ആരും കാണുന്നില്ല എങ്കിലും, എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു ബോധം വിശ്വാസികളെ, മക്കളെ, നമുക്കുണ്ടാകണം. പ്രാർത്ഥിക്കണം സദാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ മക്കളിലും കൺകുളിർമ നൽകുന്ന സന്താനങ്ങളായി, മാതാപിതാക്കളായി, ഭാര്യയായി, ഭർത്താവായി ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണമേ എന്ന് മാതാപിതാക്കൾക്ക് വേണ്ടിയും ഇണകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. മക്കളെ, നിങ്ങളും പ്രാർത്ഥിക്കുക. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. റബ്ബേ, ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ വയസ്സായ ഈ കാലഘട്ടത്തിൽ, ഈ പ്രായത്തിലും എന്നെ കരുണയോടുകൂടി നോക്കുന്ന എൻ്റെ മാതാപിതാക്കൾക്ക് നീ കൃപ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കണം മക്കളെ. അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കളെ വെറുപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്നും വിട പറയുന്നുവെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, സ്വർഗം നിഷിദ്ധമാണ്, ശാശ്വതമായ നരകമായിരിക്കും അവനെ പിടികൂടുക എന്ന്. റഹ്മാനായ റബ്ബ് അത്തരം ദുർഗതിക്കാരിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു കാന ഗഫാറാ.